ഈ പ്രദേശത്ത് ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഈ പനയമ്പാടത്ത് അപകടം നടന്ന സ്ഥലത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു അനിശ്ചിതകാല പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് രൂപം നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഈ ഒരു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വലിയ തരത്തിൽ പല തവണയും പറഞ്ഞിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല. അതുകൊണ്ടാണോ ഈ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ നിങ്ങൾ? അതെ, ഏതാണ്ട് 2000 തുടങ്ങിയതിന് 2019 തുടങ്ങിയ റോഡിന്റെ വർക്കാണ് 2000 അവസാനിച്ച 2000 തുടങ്ങിയ അപകടങ്ങളാണ് ഈ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതലേക്ക് നിരന്തരമായിട്ട് പല ആളുകളോടും പറഞ്ഞിട്ടും ഇതുവരെ അതിനൊരു തീരുമാനമായി കിട്ടിയിട്ടില്ല. അതിന്റെ ഇടയിൽ ഒരു വട്ടം ഹമ്പിട്ടപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാളും കൂടുതൽ ആക്സിഡന്റുകളായി. പിന്നെ ഒരു സ്പീഡ് ബ്രേക്കർ വെച്ചു, അതും ഇതിനെക്കാട്ടും ഇന്നലെ എന്തൊക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2 സ്പീഡ് ബ്രേക്കർ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് റിഫ്ലക്ടറിൽ ഒന്നുമില്ല, അത് രാത്രി വെച്ചിട്ട് അതും വലിയൊരു അപകട ഭീഷണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും ഇതിന് ശാശ്വതമായിട്ട് ഒരു തീരുമാനം ഇതുവരെ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് അധികാരികൾക്ക് കഴിഞ്ഞിട്ട്. കോൺഗ്രസിന്റെ ഒരു ആവശ്യം എന്താണ്? അനിശ്ചിതകാല നിരാഹാരമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം? ഇത് ഒരു സ്കൂൾ കുട്ടികളുടെ ഒരു സ്കൂൾ മേഖലയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെയും ഇവിടെ ഒരു USP സ്കൂൾ, രണ്ടും 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഇവിടെ കുട്ടികൾ നിരന്തരം വന്നു പോകുന്ന ഇതാണ്. അപ്പൊ നമുക്ക് ഇതിലൊരു ഫുട്പാത്ത് വേണം. ഫുട്പാത്ത് നിലവിലെ ഫുട്പാത്ത് കൈവരിയോട് കൂടിയിട്ടുള്ള ഒരു ഫുട്പാത്തും അതുപോലെ കുട്ടികൾക്ക് അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലൈ ഓവർ പോലുള്ള ഒരു ബ്രിഡ്ജും ഇതാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ആവശ്യപ്പെടുന്നത്. പിന്നെ ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഈ ഒരു അപകട മേഖലയിൽ നിന്ന് മാറുന്നത് ഈ ഒരു 30 ദിവസം കൊണ്ട് ഇവിടെ നടന്നെങ്കിൽ 10 പേര് മരിച്ചിട്ടുണ്ട്. 5 പേര് കാഞ്ഞിക്കുളത്ത് ഇവിടെ വെച്ചിട്ട് മരിച്ചു, ചുങ്കത്ത് വെച്ചിട്ടും. ഇവിടെ 4 കുട്ടികൾ പിന്നെ ഒരു സ്ത്രീ മരിച്ചു. ഈ 30 ദിവസത്തിനുള്ള 10 പേര് മരിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ നിരന്തരമായിട്ട് 51ാമത്തെ ആളുകളാണ് ഈ ഒരു റോഡ് അപകടമായിട്ട് കരിമ്പ പഞ്ചായത്തിൽ മരിച്ചിരിക്കുന്നത്. 51 ആളുകൾ മരിച്ചിട്ട് ഈ 4 കുട്ടികൾ ഉൾപ്പെടെ. ഏതാണ്ട് 100 ചില്ലോളം ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കാര്യം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടായി. ഒരുപാട് അത്രയും ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുന്നവരെയാണ് നിരാഹാരം. തീർച്ചയായും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അനിശ്ചിതകാല സമരമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവരെ ആവശ്യങ്ങൾ പ്രധാനമായും ഈ റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു ഉറപ്പ് ലഭിക്കാത്ത പക്ഷം ഇവർ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രദേശത്ത് നാട്ടുകാരുടെ ഒരു ആവശ്യം പരിഗണിച്ച വേഗ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിലാണ് താൽക്കാലികമായി ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതും തൃപ്തികരമല്ല എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരെത്തി സ്ഥലം പരിശോധിച്ച് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും ഒരു പ്രതിഷേധം ഇവിടെ നടക്കും. റോഡ് ഉപരോധിച്ചുകൊണ്ടായിരിക്കും മുസ്ലിം ലീഗ് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അറിയിക്കുന്നത്. 10 മണിയോടുകൂടി മന്ത്രിയുടെ സന്ദർശനം, തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. അങ്ങനെ ഇവിടെ നാട്ടുകാരുടെ ഒരു പരാതി അറിയുന്നതിന് വേണ്ടി കൂടി ആളുകൾ എത്തുകയാണ്. ശരി, നന്ദഗോപാൽ, പനയമ്പാടം കരിമ്പയിലാണ് ഇന്നിപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഗതാഗത മന്ത്രി എത്തുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. കോൺഗ്രസ് ഒക്കെ പ്രധാനമായും ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായ കാര്യങ്ങളാണ്. കാരണം കൈവരിയോടുകൂടിയുള്ള അവർക്കൊരു നടപ്പാത നിർമ്മിക്കുക. കാരണം കുട്ടികൾ പോകുന്ന സ്ഥലമാണ്, സ്ഥിരം അപകട മേഖലയാണ്. അപ്പോൾ കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യാനായി ഒരു ഫ്ലൈ ഓവർ സംവിധാനം ഒരുക്കുക തുടങ്ങിയ വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഗതാഗത മന്ത്രി കൂടി സ്ഥലത്തെത്തുന്നതോടുകൂടെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്.